എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഒന്നാമത്തെ യൂണിറ്റ് 3ാമത്തെ ചാപ്റ്റർ ഫ്രണ്ട്സ് റോമൻ ആൻഡ് കൺട്രിമെൻ ബൈ വില്യം ഷേക്സ്പിയർ. ഈ കവിതയുടെ അപ്രീസിയേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വില്യം ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിലെ മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചായിരുന്നു നമുക്ക് പോയമായിട്ട് പഠിക്കാൻ തന്നത്. കാരണം ഇത് ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ ആ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. അപ്രീസിയേഷൻ ഓഫ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. Mark Antony's speech at Caesar's funeral is a great example of how a speaker can use powerful words to change people's minds. നാം എന്താണ് കണ്ടത്? മാർക്ക് ആൻ്റണീസ് സ്പീച്ച് അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ. ജൂലിയസ് സീസറുടെ ഫ്യൂണറലിൻ്റെ സമയത്ത്, എന്താ ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ശവസംസ്കാര ചടങ്ങാണ്. അപ്പോൾ സീസറുടെ ഫ്യൂണറൽ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ സ്പീക്കർ ക്യാൻ യൂസ് പവർഫുൾ വേർഡ്സ് ടു ചേഞ്ച് പീപ്പിൾസ് മൈൻഡ് എന്നാണ്. ഈ ഫ്യൂണറൽ സ്പീച്ച് ഒരു വലിയ ഉദാഹരണമാണ്. എന്തിൻ്റെ? ഒരു സ്പീക്കർക്ക്, ഒരു പ്രാസംഗികന് എങ്ങനെ ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് ആളുകളുടെ മനസ്സ് മാറ്റാൻ സാധിക്കും എന്നതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഈ സ്പീച്ച്. ഹി ഡസ് നോട്ട് ഡയറക്ട്ലി അറ്റാക്ക് ബ്രൂട്ടസ് ആൻഡ് അതർ കോൺസ്പിറേറ്റേഴ്സ്. അപ്പോൾ മാർക്ക് ആൻ്റണി ഇവിടെ ഡസ് നോട്ട് അറ്റാക്ക് ബ്രൂട്ടസിനെയോ മറ്റ് കോൺസ്പിറേറ്റേഴ്സിനെയോ. കോൺസ്പിറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗൂഢാലോചന നടത്തുന്നവർ. അപ്പോൾ ബ്രൂട്ടസ് അടങ്ങുന്ന മറ്റു ഗൂഢാലോചകരെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്തില്ല, നേരിട്ട് ആക്രമിച്ചില്ല. ഇൻസ്റ്റെഡ്, പകരം ഹി യൂസ് ക്ലവർ ടെക്നിക്ക് ആൻഡ് ടു മേക്ക് ദ ക്രൗഡ് ഫീൽ സോറി ഫോർ സീസർ ആൻഡ് ആംഗ്രി അറ്റ് ദോസ് ഹൂ കിൽഡ് ഹിം. പകരം അദ്ദേഹം എന്ത് ചെയ്തു? ക്ലവർ ടെക്നിക്ക് ഉപയോഗിച്ചു. ക്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രം, സൂത്രം അല്ലെങ്കിൽ ബുദ്ധി ആണല്ലേ. ഒരു സൂത്രശാലിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് എന്ത് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു? ക്രൗഡ്സിന് ഫീൽ സോറി എന്ത് തോന്നിപ്പിച്ചു? അയ്യോ, സീസറെ കൊല്ലരുതായിരുന്നു എന്ന് തോന്നിപ്പിക്കുകയും ആംഗ്രി അറ്റ് ദോസ് ഹു കിൽഡ് ഹിം, അദ്ദേഹത്തെ കൊന്നവരോട് ആംഗ്രി, ദേഷ്യം തോന്നിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. അങ്ങനെ വളരെ ക്ലവറായിട്ട് പ്രസംഗിച്ചു. ആര്? നമ്മുടെ മാർക്ക് ആൻ്റണി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. വൺ ഇമ്പോർട്ടൻ്റ് ട്രിക്ക് ഹി യൂസ് ഈസ് ഐറണി. ഈ പ്രസംഗത്തിൽ മാർക്ക് ആൻ്റണി ഉപയോഗിച്ച ഇമ്പോർട്ടൻ്റ് ട്രിക്കാണ് എന്ത്? ഐറണി എന്ന് പറയുന്നത്. ഐറണി ഒരു ഇമ്പോർട്ടൻ്റ് ട്രിക്കാണ്. അപ്പോൾ ഐറണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്നാണ് പറയുക. ഐറണി എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാത്മകത, വിരോധാഭാസം. ഹീസ് കീപ് സെയിങ്. കാരണം എന്തുണ്ടായിരുന്നു? ആന്റണി കീപ് സെയിങ്, പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേ. എന്താ പറഞ്ഞുകൊണ്ടേയിരുന്നത്? ആന്റണി കീപ് സെയിങ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് എന്താണ്? ഹോണറബിൾ മാൻ ആണ് അല്ലെ, മാന്യനായ വ്യക്തിയാണ്. ബട്ട് ആഫ്റ്റർ ഷോയിങ് ഓൾ ദ ഗുഡ് തിങ്സ് സീസർ ഡിഡ്. എന്നാൽ സീസർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടയ്ക്കിടെ പറയും ബ്രൂട്ടസ് നല്ലവനാണ് അല്ലേ. ദീസ് ലൈൻ സ്റ്റാർട്ട്സ് സൗണ്ട്സ് ഓഫ് സർക്കാസ്റ്റിക്. അപ്പോൾ ഈ ലൈന് തുടങ്ങുന്നത് എന്തിലൂടെയാണ്? സർക്കാസ്റ്റിക് ആണ്. എന്താ സർക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ? പരിഹാസം. ബ്രൂട്ടസ് ഈസ് ഓണറബിൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്? പരിഹാസത്തോടു കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇറ്റ് മേക്സ് ദ ക്രൗഡ് ഡൗട്ട് ഇഫ് ബ്രൂട്ടസ് ഈസ് റിയലി ഡിഡ് ദ റൈറ്റ് തിങ്. അപ്പോൾ ക്രൗഡ്സിന് തോന്നുന്നു, ജനങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബ്രൂട്ടസ് എന്താണോ റിയലി, ബ്രൂട്ടസ് ശരിക്കും ബ്രൂട്ടസ് ഓണറബിൾ ആണോ അല്ലേ. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം. ഡൗട്ട്സ്,
ജനക്കൂട്ടം ബ്രൂട്ടസ് റിയലി ഡിഡ് ദ റൈറ്റ് തിങ്, ബ്രൂട്ടസ് ചെയ്തത് ശരി തന്നെയാണോ എന്ന് ജനക്കൂട്ടത്തിന് സംശയം തോന്നും. നെക്സ്റ്റ്, ഹി ആൾസോ ആസ്ക് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. ഇവിടെ എന്തും ചോദിക്കുന്നുണ്ട്, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ദ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ നമുക്ക് ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങളെ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. നമ്മളോട് ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം നമുക്കറിയും, പറയുന്ന ആൾ പറയില്ല, അല്ലേ? പ്രാസംഗികൻ പറയില്ല. നിങ്ങൾക്കറിയില്ലേ 1947 എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അയാൾ പറയില്ല, നമുക്കറിയാം. ഇത്തരത്തിലുള്ള റിട്ടോറിക് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ഡിഡ് ദീസ് സീസർ സീം അംബീഷ്യസ്? നോക്കൂ, സീസർ അംബീഷ്യസ് ആണോ? ഈ ഒരു സീസർ സ്വാർത്ഥനാണോ? ഇങ്ങനെയൊക്കെ ചെയ്ത സീസർ സ്വാർത്ഥനാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയും, നമ്മൾ മനസ്സ് പറയും, അല്ല. ദീസ് ക്വസ്റ്റ്യൻസ് ഡു നോട്ട് നീഡ് ആൻസർ. റിട്ടോറിക് ക്വസ്റ്റ്യൻസിന് എന്ത് വേണ്ട? ഉത്തരങ്ങൾ വേണ്ട. ബട്ട് ദേ മേക്ക് ദ ക്രൗഡ് തിങ്ക്, സ്ലോലി ചേഞ്ച് ദർ ഒപ്പീനിയൻ. ക്രൗഡ്, ജനക്കൂട്ടം എന്ത് ചെയ്യും? ചിന്തിച്ച് അവരുടെ അഭിപ്രായം മാറാൻ തയ്യാറാവും. ഓ, ശരിയാണല്ലോ, ഈ പറയുന്നത് ശരിയാണല്ലോ എന്ന ആശയത്തിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ്, ആന്റണി ഓൾസോ അപ്പീൽ ക്രൗഡ്സ് ഇമോഷൻസ്. ആന്റണി എന്ത് ചെയ്തിട്ടുണ്ട്? ക്രൗഡ്സ്, ജനങ്ങളുടെ ഇമോഷൻ അപ്പീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഹി റിമൈൻഡ്സ് ദം, അവരെ ഓർമ്മിപ്പിച്ചു, ഓഫ് ഹൗ മച്ച് ദേ ലവ്ഡ് സീസർ, നിങ്ങൾ എത്രത്തോളം സീസറെ സ്നേഹിച്ചിരുന്നു എന്ന്. ഷോ ഹിസ് ഓൺ സാഡ്നെസ്, എന്നിട്ട് സ്വന്തം സാഡ്നെസ്, ദുഃഖവും അയാൾ സൂചിപ്പിച്ചെങ്ങനെ? സെയിങ് ഈസ് ഹേർട്ട് വിത്ത് സീസർ ഇൻ ദ കഫിൻ. ഈ കഫിനിൽ, കഫിൻ എന്ന് പറഞ്ഞാൽ എന്താ? കഫിൻ എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി, അല്ലേ? ശവപ്പെട്ടിയിൽ കിടക്കുന്ന സീസറിൻ്റെ കൂടെയാണ് എൻ്റെ ഹൃദയം എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? സൂചിപ്പിക്കുകയും ചെയ്തു. ദിസ് മേക്ക് പീപ്പിൾ ഫീൽ പെയിൻ ആൻഡ് കണക്ട് ഇമോഷണൽ. ഇത് ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കി, അവരുടെ ഹൃദയത്തിൽ അവരെ ഇമോഷണലി അതെന്ത് ചെയ്തു? സ്വാധീനിച്ചു. ഇതൊക്കെയാണ് ആന്റണി ക്രൗഡ്സിന് ജനക്കൂട്ടത്തെ ഇമോഷനെ ഉപയോഗപ്പെടുത്തിയ രീതി എന്ന് പറയുന്നത്. ഹി യൂസസ് ഫാക്ട് ആൻഡ് ലോജിക്. അദ്ദേഹം എന്തുപയോഗിച്ചിട്ടുണ്ട്? ഫാക്ട്സും ലോജിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഫാക്ട്സ് ആൻഡ് ലോജിക് എന്ന് പറഞ്ഞാൽ, ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. ലോജിക് എന്ന് പറഞ്ഞാൽ എന്താ? യുക്തി. അപ്പോൾ യുക്തിയും സത്യത്തെയും അദ്ദേഹം ഇവിടെ ഉപയോഗപ്പെടുത്തി. സെയിങ് ഹൗ സീസർ ബ്രോട്ട് മണി ടു റോം. അദ്ദേഹം പറഞ്ഞു, സീസർ മറ്റു രാജ്യങ്ങൾ കീഴടക്കി, അല്ലേ? അവിടുന്ന് പടയാളികളെ അല്ലെങ്കിൽ കുറ്റവാളികളെയൊക്കെ തടവിലാക്കി കൊണ്ടുവരുമ്പോൾ റാൻസം ആയിട്ട്, അല്ലേ, മോചനദ്രവ്യമായിട്ട് രാജ്യത്തിന് എന്ത് കിട്ടുമായിരുന്നു? പണം കിട്ടുമായിരുന്നു. അങ്ങനെ സീസർ രാജ്യത്തിലേക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ട്. റെഫ്യൂസ് ദ ക്രൗൺ. സീസർ 3 തവണ എന്ത് ചെയ്തു? കിരീടം നിരസിച്ചിട്ടുണ്ട്. ആളുകൾ അദ്ദേഹത്തെ രാജാവാണെന്ന് ആഗ്രഹിച്ചിട്ട് കിരീടം ഓഫർ ചെയ്തപ്പോൾ അയാൾ നിരസിച്ചു. അപ്പോൾ അയാൾ രാജാവാൻ അത്യാഗ്രഹമുള്ളവനാണോ? അല്ല. ദീസ് പോയിന്റ്സ് ഷോ, ഈ പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു, സീസർ വാസ് നോട്ട് സെൽഫിഷ്, പവർ ഹംഗ്രി. സീസർ എന്തല്ല? സെൽഫിഷ് അല്ല, സ്വാർത്ഥനല്ല. പവർ ഹംഗ്രി, അധികാരമോഹമുള്ളവനല്ല. പവർ ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? അധികാരമോഹമുള്ളവനല്ല. ഇൻ ദ എൻഡ്, ഏറ്റവും അവസാനമായിട്ട്, ആന്റണി സ്പീച്ച് മേക്ക് ക്രൗഡ് ടേൺ അഗെയിൻസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ്. ആന്റണിയുടെ സ്പീച്ച്, പ്രസംഗം എന്ത് ചെയ്തു? ക്രൗഡിനെ, ജനക്കൂട്ടത്തെ ടേൺ, തിരിച്ചു. ആർക്കെതിരെ? കോൺസ്പിറേറ്റേഴ്സ്, അല്ലേ? ആ ഗൂഢാലോചകർക്കെതിരെ തിരിച്ചു. ദീസ് സ്മാർട്ട് യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ഇമോഷൻ. വാക്കുകൾ എങ്ങനെ കൗശലത്തോട് ഉപയോഗിക്കണം, വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നൊക്കെ, ഒരു സ്പീച്ചിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും, ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കണമെന്നൊക്കെയാണ് ആന്റണിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഇമോഷണൽ സ്പീച്ച് ഷേക്സ്പീരിയൻസ് പ്ലേ. വില്യം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രസംഗമായിരുന്നു മാർക്ക് ആന്റണിയുടെ ഈ ഒരു സീസണിൻ്റെ ഫ്യൂണറൽ സമയത്ത് നടത്തിയ സ്പീച്ച്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്ന് പറയുന്ന ഈ പാഠത്തിൻ്റെ അപ്രീസിയേഷൻ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക.
കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.